ചെടി വളർത്തുന്നതിനുണ്ടായ വളമാണ്. ഈ വളമാണ് ഞാൻ ഇടുന്നത്. ഇതിലാണ് എല്ലാ ചെടികളും നമ്മുടെ പുഷ്ടിയായിട്ടുള്ളത്. ഇപ്പോൾ വെയിൽ സമയമാണ്, അതുകൊണ്ട് നമ്മൾ വളം ഇടുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാമേ. ഇത് ചായപ്പൊടിയാണ്. ദിവസം നമ്മൾ ചായ എടുത്തിട്ട് ബാക്കി നമ്മുടെ ചായ ഇട്ട് കഴിഞ്ഞുള്ള പൊടി നമ്മൾ എടുത്ത് വെക്കുന്നതാണ്. ഇത് മുട്ടയോടെ, പുഴുങ്ങിയ മുട്ടയുടെ ഓടിടരുത്. നമ്മൾ ഓംലെറ്റ് ചെയ്യാനുള്ള മുട്ടയുടെ ഓട ഇടാവും. ഇത് ദിവസവും വെയിലത്തെടുത്ത് വെച്ചിട്ട് വേണം വെക്കാൻ, ഇല്ലെങ്കിൽ ഇത് അഴുക്കായിപ്പോവും. കൂടെ നമ്മൾ ഒരു 2 സ്പൂൺ മഞ്ഞൾ പൊടി ഇടാം. വലിയ സ്പൂൺ 2 കൂടെ മഞ്ഞൾ പൊടി ഇതിട്ടിട്ട് കൈ കൊണ്ട് നല്ലതായിട്ട് പ്രസ് ചെയ്തിട്ട് നമ്മൾ മിക്സിയിൽ അരച്ചെടുത്തുകൊണ്ട് വരാം. നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. എൻ്റെ കറിവേപ്പൊക്കെയാണ് എല്ലാം. ഈ ഭയങ്കര ചൂടാണ് ഇവിടെ. കറിവേപ്പ്, വേപ്പ്, പച്ചമുളക് എല്ലാം എല്ലാ ചെടികളും നമുക്ക് ഉണ്ട്. ഇതിനെല്ലാം ഇതാണ് വളമിടുന്നത്. പിന്നെ എനിക്ക് ഒരു 2 അതിഥികളുണ്ട്, പ്രാവിൻ കുഞ്ഞുങ്ങൾ. അവരിപ്പോൾ ജനിച്ചിട്ടേ ഉള്ളൂ. ജനിച്ചൊരു ചിറകൊക്കെ ആയി, പക്ഷെ പറന്നു പോകാറായില്ല. അവരിവിടെ ഇങ്ങനെ ഇരിക്കുക. അവർക്ക് ഞാനൊരു തുണിയൊക്കെ ഇട്ടിങ്ങനെ കൊടുത്തേക്കുക, വെയിലടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അവരപ്പോൾ അവിടെ സൂക്ഷിച്ച് ഭദ്രമായിട്ടിരിക്കട്ടെ. നമുക്ക് ചെടിക്കപ്പോൾ വളമിടാം. നമ്മുടെ പച്ചമുളകാണ്. ഇതിൽ നിന്ന് കുറേ പച്ചമുളക് ഞാൻ പറിച്ചു. ഇപ്പോൾ പക്ഷേ ഇന്ന് ഒരെണ്ണമേ ഉള്ളായിരുന്നു പറിച്ചെടുത്ത് ഞാൻ. നമ്മൾ നന്നായിട്ട് ഈ മണ്ണങ്ങ് ഇളക്കണേ. പഴയ മണ്ണ് ശകലം അടിയിൽ നിന്ന് അങ്ങ് ഇളക്കണം. ഒത്തിരി അടിയിൽ നിന്ന് ഇളക്കരുത്, കുറച്ച് അടിയിൽ നിന്ന് ഇളക്കിയിട്ട് നമ്മളീ പൊടിച്ചത് ഇടണം. പൊടിച്ചതിട്ടിട്ട് വീണ്ടും നമ്മൾ ഇളക്കിയിട്ട് വെള്ളം ഒഴിക്കണേ. നമ്മൾ ഒരു 10 ദിവസം കൂടുമ്പോൾ മഞ്ഞൾ 1 സ്പൂൺ മഞ്ഞളിട്ട്, 1 ഗ്ലാസ് വെള്ളത്തിൽ 1 സ്പൂൺ വീതം മഞ്ഞളിട്ട് നമ്മൾ നന്നായിട്ട് ഈ ചെടിയുടെ മേലിലുള്ള ഇലകളെല്ലാം ഒഴിക്കുമ്പോൾ നമുക്ക് ആ പുഴുവൊക്കെ അങ്ങ്, എന്തെങ്കിലും കീടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതായി പോകും. അപ്പം ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് അങ്ങ് വെക്കുക. അതാണ് എൻ്റെ വളമിടിയിൽ. ഇഷ്ടംപോലെ ചെടികൾ അപ്പുറത്തെല്ലാം ഉണ്ട്. ഇപ്പോൾ ഇത് വെയിലത്ത് വെളിയിൽ വെക്കുന്ന ചെടികൾ ഇതാണേ. അപ്പോൾ നമുക്ക് എല്ലാത്തിനും വളമിടാം ഇങ്ങനെ തന്നെ. അപ്പം ഞങ്ങളുടെ കുവൈറ്റിലെ പ്രവാസ ജീവിതത്തിലെ ചെടികളുടെയൊക്കെ ഇതാണ്. ഭയങ്കര ചൂടും വെയിലുമാണ്. ഇപ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോവുകയാണ് ഇങ്ങനെ തന്നെ. അപ്പോൾ എല്ലാവർക്കും ഇവിടെയുള്ള എല്ലാവർക്കും ഇതൊരു ഉപകാരപ്രദമാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.